റെക്കോർഡ് കളക്ഷൻ സൃഷ്ടിച്ച പൊതുഗതാഗത മേഖലയിൽ നിറഞ്ഞുനിന്ന ഈരാറ്റുപേട്ട KSRTC ഡിപ്പോ തകർച്ചയുടെ ആഴങ്ങളിലേക്ക്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഷെഡ്യൂളുകളുടെ എണ്ണം നേർപകുതിയായി വെട്ടിക്കുറച്ചു. ഇതോടെ മലയോര മേഖലകളിൽ അടക്കം യാത്രാക്ലേശം രൂക്ഷമാണ്. 3.25 ഏക്കറിലാണ് ഈരാറ്റുപേട്ട ഡിപ്പോയും ഗ്യാരേജും വർക്ക്ഷോപ്പും പ്രവർത്തിക്കുന്നത്. 7 വർഷം മുമ്പ് 1.5 കോടി രൂപ മുടക്കി പുതിയ കെട്ടിടവും നിർമ്മിച്ചു. കോവിഡിന് മുൻപ് വരെ 80 ബസ്സുകളും 75 ഷെഡ്യൂളുകളും ഓപ്പറേറ്റ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ 32 ഷെഡ്യൂളുകളാണ് സർവീസ് നടത്തുന്നത്. എറണാകുളം സോണിലെ ഏറ്റവും മികച്ച കളക്ഷൻ ഉണ്ടായിരുന്ന ഡിപ്പോ ഇന്ന് പകൽ മാത്രം ബസ്സുകൾ കയറിയിറങ്ങുന്ന ഓപ്പറേറ്റിംഗ് സെന്ററോ വെയിറ്റിംഗ് ഷെഡോ ആയി മാറി. ചിലവ് ചുരുക്കലിന്റെ പേരിൽ നടപ്പിലാക്കുന്ന പരിഷ്കരണം വഴി മലയോര മേഖലയിലെ 10,000-കണക്കിന് വരുന്ന യാത്രക്കാരാണ് ദുരിതത്തിലായത്. മലയോര പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ പൊതുഗതാഗത മേഖലയിലെ ഏക ആശ്രയമാണ് ഈരാറ്റുപേട്ട ഡിപ്പോ. എന്നാൽ ഗ്രാമീണ മലയോര മേഖലയിലേക്കുള്ള സർവീസുകൾ 1/3 ചുരുക്കി. ഈരാറ്റുപേട്ട കോട്ടയം റൂട്ടിൽ ബസ്സുകളില്ല. അത് കളക്ട്രേറ്റിലേക്കും മെഡിക്കൽ കോളേജിലേക്കും പോകുന്ന യാത്രക്കാർക്ക് വളരെയേറെ കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. കോട്ടയത്ത് നിന്ന് രാത്രി കാലങ്ങളിൽ ഈരാറ്റുപേട്ടയിലേക്കും പൂഞ്ഞാറിലേക്കും ബസ്സുകളില്ല. അതും ദുരിതമാണ് ഉണ്ടാകുന്നത്. ഡീലക്സ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളില്ലാത്ത ഏക ഡിപ്പോയും കൂടിയാണിത്. സൂപ്പർ ഫാസ്റ്റ് സർവീസുകൾ ബസ്സുകളുടെ കാലാവധി കഴിഞ്ഞു എന്ന കാരണത്താൽ ഇല്ലാതാക്കി. കോവിഡ് കാലത്ത് 25 ബസ്സുകൾ ഡിപ്പോയിൽ നിന്ന് പിൻവലിച്ചിരുന്നു. എന്നാൽ നിയന്ത്രണങ്ങൾ നീക്കിയിട്ടും പിൻവലിച്ച ബസ്സുകൾ ഒന്നുപോലും തിരികെ എത്തിച്ചിട്ടില്ല. ദീർഘദൂര സർവീസുകൾ ഈരാറ്റുപേട്ടയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്താൽ ദിവസേന യാത്ര ചെയ്യുന്ന 100 കണക്കിന് യാത്രക്കാർക്ക് ഇത് ഉപകരിക്കും. 24 കോട്ടയം.